ഹായ് നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്വർണം ഉണ്ടെങ്കിലും അല്ല നമ്മുടെ കയ്യിലുള്ള സ്വർണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണയം വെച്ചിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള സ്വർണം അതെങ്ങനെ നിലനിർത്താം, അതേപോലെ തന്നെ നമ്മളൊരു സ്വർണം നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട്, അതായത് പണയം വെച്ച് നമ്മൾ എമൗണ്ട് ക്യാഷ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെ എടുക്കാൻ കഴിയും. കാരണം ഇപ്പം നമ്മളിപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ അടിക്ക് നമുക്ക് അത്രയും തുക കൊടുത്ത് അത് എടുക്കാൻ തന്നെ വളരെയേറെ പ്രയാസമാണ്. ഇപ്പോഴത്തെ ഒരു ഗോൾഡ് റേറ്റിന് നമ്മളുടെ കയ്യിലുള്ള ഒരു തരി പൊന്നു പോലും വിൽക്കാതെ അത് നല്ല രീതിയിൽ എങ്ങനെ സേവ് ചെയ്യുക എന്നതിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ചിട്ടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി KSFയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം കളയാതെ എങ്ങനെ നല്ല രീതിയിൽ നമ്മൾക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഫണ്ട് പെട്ടെന്ന് എമർജൻസി ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ആ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഫണ്ട് എങ്ങനെ സ്വരൂപിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരു സ്വർണം നിങ്ങൾ പണയം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പൊക്കെ പണയം വെച്ച ആൾക്കാർ തന്നെ അത് എടുക്കാൻ കഴിയാതെ തന്നെ വർഷം അതിന് പലിശ പുതുക്കിക്കൊണ്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ സ്വർണ്ണമുള്ളവർക്കൊക്കെ എന്താണ് എമർജൻസി പെട്ടെന്ന് ഫണ്ട് വേണമെങ്കിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കൊണ്ട് പണയം വെക്കും. പക്ഷെ പണയം വെച്ച ശേഷം അത് ഒരുമിച്ച് അത്രയും തുക കൊടുത്ത് എടുക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു മാർഗമാണ് ചിട്ടി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എത്ര രൂപയ്ക്കാണോ സ്വർണം പണയം വെച്ചിരിക്കുന്നത്, കാരണം ഈ ഗോൾഡ് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് മാറ്റുന്ന സമയത്ത്, അതായത് നമ്മൾക്ക് ചിട്ടി പിടിച്ച് ചിട്ടിയിലേക്ക് സെക്യൂരിറ്റി ആയിട്ട് മാറ്റുന്ന സമയത്ത് അതിന് പിന്നെ നമ്മൾ പലിശ കൊടുക്കണ്ട. കാരണം നമ്മൾ ആ ചിട്ടിയുടെ മാസം അടവ് മാത്രം അടച്ചു പോയാൽ മതി. അടച്ച് കഴിയുന്ന സമയത്ത്, അതായത് കാലാവധി കഴിയുന്ന ചിട്ടി നമ്മൾ എത്ര മാസത്തേക്കാണ് ചിട്ടി ചെയ്യുന്നത്, അതിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് ആ ഗോൾഡ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതേപോലെ തന്നെയാണ് നിലവിൽ കയ്യിൽ ഗോൾഡ് ഉള്ളവർക്കും എന്തെങ്കിലും സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് പൈസ ആവശ്യം വരും. അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തായാലും സാമ്പത്തികം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എമൗണ്ട് ഇല്ലെങ്കിൽ എമർജൻസി ഫണ്ട് വേണ്ട സമയത്ത് ചിട്ടിയാകുമ്പോൾ പെട്ടെന്ന് വിളിച്ചെടുക്കുകയും ഗോൾഡ് ആകുമ്പോൾ കൂടുതലൊന്നും ഒരു റിസ്ക്കും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് സെക്യൂരിറ്റി ആക്കി നമുക്ക് ആ ചിട്ടി പിടിച്ചെടുത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് ഗോൾഡ് കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാസം അടയ്ക്കേണ്ട തുക കൃത്യമായിട്ട് നമ്മൾ അടച്ചു പോകുന്നു. അതിനുശേഷം നമുക്ക് ആ ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ആ ഗോൾഡ് നമ്മൾ റിലീസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ പ്രോബ്ലം അവിടെ മാറിക്കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ സ്വർണം സേഫായിട്ട് നമ്മുടെ കയ്യിലും കൂടി കിട്ടുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ സ്വർണം വയ്ക്കുന്നു, ഒരു വർഷത്തിൽ പുതുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പലിശ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് വർഷത്തിൽ പുതുക്കാൻ പോകുന്ന സമയത്ത് പലിശ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ പലിശയും കൂടി ചേർത്ത് അപ്പോഴേക്കും ഗോൾഡിന് ഓരോ വർഷം കൂടുന്ന റേറ്റ് കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ പലിശയും പ്ലസ് അതിന് എത്ര കൂടുതൽ ഫണ്ട് കിട്ടും അല്ലെങ്കിൽ എമൗണ്ട് കിട്ടും അതും കൂടി കൂട്ടി വയ്ക്കും. അങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഗോൾഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. നമ്മൾ എവിടെയാണോ പണയം വെക്കുന്നത് ആ സ്ഥാപനത്തിൽ തന്നെ വർഷങ്ങളായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ ഗോൾഡ് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വരുത്തണം. ഏറ്റവും നല്ലൊരു മാർഗം ചിട്ടിയാണ്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾ എത്ര രൂപയാണോ പണയം വെച്ചിരിക്കുന്നത്, അതല്ല നിങ്ങൾക്ക് മാസം എത്ര രൂപയാണോ വരുമാനമുള്ളത് അല്ലെങ്കിൽ സാലറി ഉള്ളത്, ആ സാലറിയുടെ ഒരു പെർസെൻറ്റേജ്, ഇപ്പോൾ ഒരു 40% അല്ലെങ്കിൽ ഒരു 50%, അത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം വിട്ട്. കാരണം നിങ്ങൾക്ക് വീട്ടിൽ പല കാര്യങ്ങൾക്കും പൈസ ചെലവ് വരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവ് വരും. അതൊക്കെ കഴിഞ്ഞ് മെച്ചം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഒരു മാസം സേവ് ചെയ്യാൻ കഴിയുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടിയിൽ ചേരുക. അങ്ങനെ ചിട്ടിയിൽ ചേരുന്ന സമയത്ത് നമ്മൾക്ക് അത് മാസം നമ്മൾ അടച്ചു പോകണം. നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ ചിട്ടി ചേർന്ന ഉടനെ ചിട്ടി പിടിക്കണമെന്നില്ല. നമ്മൾക്ക് എപ്പോഴാണോ നമുക്ക് ഫണ്ട് ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് ആവശ്യമില്ല, എമർജൻസി എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാനാണ് ആ ചിട്ടി ചേരുന്നതെങ്കിലും നിങ്ങൾക്ക്
ആവശ്യം വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമില്ലാത്തൊരു തുക കിട്ടുന്ന സമയത്തും ആ ചിട്ടി പിടിച്ചെടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ഫണ്ട് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ ചിട്ടി പിടിക്കുന്നത് മേൽബാധ്യതയ്ക്കുള്ള ജാമ്യമായിട്ട് ആ ഗോൾഡ് സെക്യൂരിറ്റിയായി വെച്ചുകൊണ്ട് നമുക്ക് ആ ഫണ്ട് റിലീസ് ചെയ്തെടുക്കുകയും നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഫണ്ട് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എമൗണ്ട്, ഇപ്പൊ നമുക്ക് എത്രയാണ് ആവശ്യം ആ ആവശ്യമുള്ള എമൗണ്ട് നമുക്ക് റിലീസ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള സംഖ്യ നമുക്ക് KSF തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാം. എല്ലാം മുഴുവൻ സംഖ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് റിലീസ് എടുക്കാം. അപ്പൊ മേൽബാധ്യത എത്രയുണ്ടോ അതിനുള്ള ജാമ്യം കൊടുത്തുകൊണ്ട് തന്നെ ഫണ്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്തെടുക്കാം. അപ്പൊ എന്താണ്, ഗോൾഡ് ആകുമ്പോൾ നമ്മൾക്ക് പണയം വെക്കുന്ന സമയത്ത് പലിശ കൊടുക്കണം. ഇത് ചിട്ടി പിടിച്ച് സെക്യൂരിറ്റിയാണ് ആക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പലിശ കൊടുക്കണ്ട. സമ്പാദിച്ച് നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വർണം നിലനിൽക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ആ ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പം നമ്മുടെ ഗോൾഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതുമില്ല, അതേപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് നമുക്ക് സ്വരൂപിക്കാനും കഴിയുമെന്നുള്ളതാണ് ചിട്ടി കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുള്ള ഒരാളാണെങ്കിൽ, ഓൾറെഡി പണയം വെച്ച ആൾക്കാരാണെങ്കിലും ശരി, ഇനി കയ്യിൽ ഗോൾഡ് ഉള്ള ആൾക്കാരാണെങ്കിലും ശരി, ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ചിട്ടി ചേർന്നുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിലുള്ളത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.